ഒരു തരത്തിൽ നോക്കുമ്പോൾ മസ്താനി ആര്യൻ്റെ ചേച്ചിയായിട്ട് വരും. ഏത് കാര്യത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലാലേട്ടനോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് ആര്യൻ്റെ അതേ ശൈലി പോലെ എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ ഒരുപാട് തവണ ആര്യനെ വാൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ ആര്യൻ്റെ സംസാരം തോന്നിയിട്ടുണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. ഏകദേശം അതിനോട് സാമ്യം തോന്നുന്ന ഒരു സംസാര ശൈലിയാണ് നമ്മുടെ മസ്താനിയുടേത്. ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഇന്ന് എത്ര തവണയാണ് കള്ളം പറഞ്ഞത്, പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ച സമയത്ത് ഗെയിമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം, ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു. ലാലേട്ടൻ അത് വിതിൻ സെക്കൻഡ്സ്, ഒറ്റ മിനിറ്റ് പോലും എടുക്കാതെ അത് കള്ളം പൊളിച്ച് കളഞ്ഞു. ആര്യനെ വിളിച്ച് ഒരൊറ്റ ചോദ്യം ചോദിച്ചേ ഉള്ളൂ. മസ്താനി കള്ളമാണ് പറഞ്ഞതെന്ന് പൊളിഞ്ഞു കഴിഞ്ഞു. അനുവിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞായിരുന്നു. മാത്രമല്ല ബിഗ് ബോസ് ഓൾറെഡി 5-8-10 തവണ അനൗൺസ് ചെയ്താണ് മസ്താനി പുറത്തെ കാര്യം പറയരുത് എന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ അബദ്ധം പറ്റിപ്പോയി ലാലേട്ടാ, തുറന്ന് പറയേണ്ടി വന്നു എന്നങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇത് അവിടെ കിടന്നങ്ങ് ഉരുളുന്നതിന് പകരം അവിടെ മറ്റുള്ളവരെ വരെ അതിൻ്റെ അകത്ത് വലിച്ചഴിച്ച് കുറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അവർ കാരണമാണ്, ഇവർ ചോദിച്ചുകൊണ്ടാണ്. മാത്രമല്ല ലാലേട്ടനോട് സംസാരിക്കുന്ന ഒരു രീതി, ലാലേട്ടൻ സംസാരിക്കുന്നതിൻ്റെ മേളിൽ കയറി സംസാരിക്കുക, മസ്താനി ഒരു പ്രത്യേക രീതിയിൽ ആര്യൻ സംസാരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ, അതേ രീതിയിൽ തന്നെ എനിക്ക് തോന്നി. എനിക്ക് മാത്രമാണ് തോന്നിയതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.